ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തെ നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ ഏറ്റവും വലിയ എതിരാളിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആക്ച്വലി നമ്മുടെ എതിരാളി ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും വലിയ ശത്രു ആരാണ്, ആരാണ് നമ്മളിവിടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാതെ പിടിച്ചു നിർത്തുന്ന ഘടകം ഏതാണ്? അത് FIA ആണോ, അല്ലെങ്കിൽ DIA ആണോ, അത് ഓപ്പറേറ്റർ ആണോ, അത് ഇനി പ്രൊമോട്ടർ ആണോ? ഇവരാൽ ആരാണ് യഥാർത്ഥം നമ്മുടെ എതിരാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ എതിരാളി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത്. നമ്മുടെ മെൻറ്റാലിറ്റി ശരിയാക്കാതെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കാൻ പോകുന്ന ഓരോ ഡിസിഷനും, ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണോ, ഹോൾഡ് ചെയ്യണോ, സെല്ല് ചെയ്യണോ എടുക്കുന്ന ഓരോ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. അതായത് ആ സ്റ്റോക്കിൻ്റെ നമ്പേഴ്സ്, അതിൻ്റെ പോസിറ്റീവ് ന്യൂസ്, നെഗറ്റീവ് ന്യൂസുകൾ, ഇനി അതേ കണക്കിന് ആ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽസ്, ഇനി അതൊന്നും അല്ലാതെ ഈ സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺസ്, ഇനി അതുമല്ല ഞാനിത് ഇന്ന് വിറ്റില്ലെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന നഷ്ടം, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു കൂടിച്ചേരൽ നമ്മളെ മനസ്സിൻ്റെ അകത്ത് നടക്കുകയും അതിൽ നിന്നെല്ലാം നമ്മൾ സർവൈവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് വെളിയിൽ കൊണ്ടുവരുന്നു എന്ന് നമ്മൾ പേഴ്സണലി വിചാരിച്ചുകൊണ്ട് ഒരു സംഭവത്തിലോട്ട്, ഒരു തീരുമാനത്തിലോട്ട് എത്തിച്ചേരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ എന്താ പറയുക ശരിയായിട്ടുള്ളൊരു തീരുമാനം? അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നായിട്ട് ഏറ്റവും വലിയൊരു പ്രഷർ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ബയസുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവരുടെയും, നിങ്ങളൊരു ട്രേഡർ ആണെങ്കിലും ഇൻവെസ്റ്റർ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ആകാൻ പോകുന്ന ഒരു വീഡിയോ ഇതായിരിക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ലോങ് ടൈമിൽ മാർക്കറ്റിൻ്റെ അകത്ത് സസ്റ്റെയിൻ ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഈ പ്രോബ്ലംസ് നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ പതുക്കെ ഓവർകം ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിവേ വീഡിയോ മൊത്തം അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഇത് നിങ്ങൾക്ക് ഏറ്റവും യൂസ് ആകാൻ പോകുന്ന വീഡിയോസിൽ ഒരെണ്ണമായിരിക്കും. അപ്പോൾ എനിവേ വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലൊരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 0.57% ഒരു ചെറിയൊരു അപ് ട്രെൻഡ് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി അതല്ലാതെ നമ്മൾ വിക്സിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് ഇൻട്രാഡേ ടൈമിൽ അത്യാവശ്യം ഹൈയിലോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ക്ലോസിംഗ് റേഞ്ച് വന്നപ്പോഴത്തേക്ക് അവിടെയും മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ഐഡിയ ഇല്ലാതെ മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ സ്റ്റിൽ ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ BJPക്ക് പോസിറ്റീവായിട്ട് തന്നെ വരുമെന്നാണ് മാർക്കറ്റ് സ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഇലക്ഷൻ റിസ്ക് ഏറ്റവും കൂടിയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒരു ഫോൾ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോൾ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം BJP തന്നെയാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെർട്ടുകളുടെ മറ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കേൾക്കാൻ നേരത്ത്, ഇപ്പോൾ ബസ്നേശ്വർ പോലെയുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണാൻ നേരത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഓൾറെഡി ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ബിഗ്ഗീസ് ഔട്ടായിട്ടുണ്ട്. ഇപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് വന്നാലും അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. താഴോട്ടാണെങ്കിലും മേലിലോട്ടാണെങ്കിലും എല്ലാം ഷോർട്ട് ടൈമിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് റീറ്റെയിലേഴ്സിനെ ആയിരിക്കും. ബിഗ്ഗീസ് ആക്ച്വലി റിസ്ക് ഉള്ള സ്റ്റോക്കുകളിൽ നിന്നെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് പുള്ളി ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളിതേ കണക്ക് ഇലക്ഷൻ റിസ്ക് ഉള്ള സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളിൽ നിന്ന് മാത്രം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള ടൈപ്പ് സ്റ്റോക്കുകളൊക്കെ തന്നെ ജസ്റ്റ് നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കോർ പ്രസൻറ്റേഷനിലോട്ട് വരാം. നമ്മൾ എന്താണ് ബയസുകളെന്ന് ആദ്യം മനസ്സിലാക്കണം. ബയസുകളെന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് നമ്മുടെ പക്ഷപാതം എന്ന് നമുക്ക് കറക്റ്റ് അതിൻ്റെ മലയാളം വേർഡ് എന്ന് പറയുന്നത് പക്ഷപാതം എന്നാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ട് അത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മളതിനെ ബയസുകളെന്ന് പറയുന്നത്. പക്ഷേ ഈ ബയസുകളെന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള ബയസുകളുണ്ട്. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് മനസ്സിലാക്കണം. ഞാൻ ഇന്ന് ഏകദേശം ഒരു 10 ബയസുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ 10 ബയസുകളും നിങ്ങളിതിൻ്റെ പേര് കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കാൻ നേരത്തും അയ്യോ ഇതെനിക്ക് ആ ഒരു പ്രോബ്ലം കൊണ്ട് വരുന്നതാണ്, എനിക്കിപ്പോൾ ഈ ഡൗട്ട് വരുന്നത്, ഇപ്പോൾ ഞാനിത് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നിങ്ങളെല്ലാവരും ഓരോ സ്റ്റോക്ക് വന്നിട്ട് ഇത് ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് സെല് ചെയ്യണോ, ഇത് ബൈ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നില്ല. അതെല്ലാം ഇതേ കണക്കുള്ള പല ബയസുകളുടെ ഭാഗമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ അകത്ത് എല്ലാ റൂൾസും അറിയാമെങ്കിൽ പോലും, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ടെക്നിക്കലി ബ്രേക്കൗട്ട് ആവുന്നത്, ഏതാണ് ഒരു നല്ല കമ്പനി, ഈ കമ്പനിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യും, ഇതെല്ലാം അറിയാമെങ്കിൽ പോലും എന്നിരുന്നാലും രണ്ടാമത് ഒരാളടുത്തോട്ട് ചോദിക്കാൻ വേണ്ടി തോന്നും. കാരണം ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഒരു കൈൻഡ് ഓഫ് ബയസാണ്. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പല ടൈപ്പ് ബയസുകളാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇനി മുഖവരല്ലാതെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബയസിലോട്ട് പോകാം. ഫസ്റ്റ് ബയസ് എന്ന് പറയുന്നത് ഹെർഡിങ് ബയസാണ്. ഹെർഡിങ് ബയസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്നു, അത് ഞാൻ കേൾക്കുന്നു, അപ്പോൾ ഞാനത് ഫോളോ ചെയ്യുന്നു. അതായത് ഇപ്പം നമുക്കറിയാം മാർക്കറ്റിൻ്റെ അകത്ത് എല്ലാ ആൾക്കാരും റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞൊരു തീമിൻ്റെ പിറകെയാണ്. എല്ലാവരും കേൾക്കുന്നു, ഞാനും അത് കേട്ടിട്ട് അതിൻ്റെ പിറകെ പോകുന്നു. അല്ലാതെ എന്താ കാര്യം ആർക്കും അറിഞ്ഞൂടാ, എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. ജസ്റ്റ് എന്താണോ നമ്മൾ പബ്ലിക്കലി കേൾക്കുന്നത്
അത് എന്താ പറയുക, അത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്തിട്ട് അത് കേട്ടുകൊണ്ട് അങ്ങ് പ്രവർത്തിക്കുക. അതായത് ചിലപ്പം ബിരിയാണി കൊടുത്താലോ എന്നുള്ള മെൻറ്റാലിറ്റിയിൽ, അല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അതിൻ്റെ റിസ്ക്കുകളെ കുറിച്ച് ആലോചിക്കുന്നില്ല, അവിടെ കിട്ടാൻ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എത്രയാണെന്ന് പോലും ആലോചിക്കുന്നില്ല. എല്ലാവരും പോകുന്നു, എല്ലാവരും മേടിക്കുന്നു, ഇപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ അകത്തുള്ള തീമെന്ന് എല്ലാവരും പറയുന്നു, ഞാനും മേടിക്കുന്നു. അതിനെയാണ് നമ്മൾ ഹെർഡിങ് ബയസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബയസാണ് ലോസ് അവേർഷൻ ബയസ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റോക്ക് മേടിക്കാൻ നേരത്ത് നമുക്കുള്ളൊരു പേടിയാണത്. അതായത് നമ്മുടെ പൈസ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള പേടി. അതായത് ഞാൻ ഏതൊരു സ്റ്റോക്ക് എടുത്താലും ആ സ്റ്റോക്കിൻ്റെ അത് എൻ്റെ പൈസ മൊത്തം പോയാലോ, അപ്പോൾ എനിക്കിത് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു എപ്പോഴും ഒരു പേടി ഉണ്ടായിരിക്കും. ഇങ്ങനെ പേടിയുള്ള ആൾക്കാരെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പേടിയുടെ മെൻറ്റാലിറ്റീനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ലോസ് അവേർഷൻ ബയസ് എന്ന് പറയുന്നത്. ഈ ഒരു ബയസുള്ള ആൾക്കാർ എപ്പോഴും ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക റിസ്ക് കുറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ, അതല്ലെങ്കിൽ ഏത് സ്റ്റോക്ക് എടുക്കുന്നതിൻ്റെ നാട്ടുകാരത്ത് മൊത്തം ചോദിച്ചുകൊണ്ട് നടക്കും, ഞാൻ ഇന്ന സ്റ്റോക്ക് എടുക്കാൻ പോകണം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം. കാരണം എല്ലാവരുടെ അടുത്തുനിന്ന് അയാൾക്ക് കൺഫർമേഷൻ വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി മാത്രമേ അയാളുടെ മനസ്സിലുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബയസ് നിങ്ങളിലുണ്ടെങ്കിൽ ബെറ്റർ അങ്ങനെയുള്ളൊരു ബയസിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് നമ്മുടെ റിസ്ക്, പൈസ നഷ്ടപ്പെടുമെന്നുള്ളതാണ് അവിടുത്തെ ആ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസ്കിനെ മെറ്റിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു പേടിയും കൊണ്ട് നമ്മൾ നാട്ടുകാരുടെ മൊത്തം ചോദിച്ചുകൊണ്ട് ഇടയ്ക്കല്ല വേണ്ടത്. മറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് മെത്തേഡ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അലൊക്കേഷൻ മാനേജ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ റിസ്ക് ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ റിസ്ക് മിനിമൈസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടതെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ വയസ്സെന്ന് പറയുന്നത് ഇമോഷണൽ വയസ്സാണ്. എന്താണ് ഇമോഷണൽ വയസ്സ്? ഇമോഷണൽ വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ അടുത്ത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ഇമോഷണൽ വയസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുകയാണ്, ആൻഡ് ആ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് നമുക്ക് ഓൾറെഡി 10x അല്ലെങ്കിൽ ഒരു 20x റിട്ടേൺസ് തന്നു. ആ സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ കാണുന്നു, അതിന് ഇനി വലിയ രീതിയിൽ ഗ്രോത്ത് വരുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ആ സ്റ്റോക്ക് വിട്ട് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു മടി. കാരണം ഇത്ര കൊണ്ട് എനിക്ക് റിട്ടേൺസ് തന്ന സ്റ്റോക്കാണ്, അത് ഇനിയും മേലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ അതിനെ വിശ്വസിച്ചു, ഇനിയും അത് മേലോട്ട് പോവുകയാണെങ്കിൽ ഇനിയും എനിക്ക് റിട്ടേൺസ് ഉണ്ടാക്കി തരുമോ എന്നുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ സ്റ്റോക്കിൻ്റെ അടുത്ത് ഉണ്ടായിപ്പോയി. അതിന് അത്ര ഉണ്ടങ്ങ് വിശ്വസിക്കുകയാണ്, ആ സ്റ്റോക്കാണ് എൻ്റെ എല്ലാം, അല്ലെങ്കിൽ ആ സ്റ്റോക്കിലൂടെ ആയിരിക്കും ഞാൻ ഇത്രയും വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്, ഇനിയും അത് പെർഫോം തന്നെ ചെയ്യുക എന്നുള്ള രീതിയിൽ കണ്ണുടച്ച് ആ സ്റ്റോക്കിനെ വിശ്വസിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇമോഷണൽ ബയസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ സ്റ്റോക്കായിരിക്കാം, ഏതെങ്കിലും ഒരു ഫണ്ടായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫണ്ട് മാനേജറിനെ ആയിരിക്കാം, ചിലപ്പോൾ എന്നെ പോലെ ഏതെങ്കിലും ഒരു യൂട്യൂബറിനെ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ചില യൂട്യൂബേഴ്സിനെയൊക്കെ എന്താ പറയുക കണ്ണുടച്ച് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ട്വിറ്റർ ഹാൻഡിലിനെ നിങ്ങൾ കണ്ണുടച്ച് വിശ്വസിക്കുക. അയാൾ എന്ത് പറഞ്ഞാലും അതാണ് ശരിയെന്നുള്ള രീതിയിൽ ഇമോഷണലി നിങ്ങൾ അറ്റാച്ച് ആയി പോവുകയാണ്. അങ്ങനെയല്ല, നമ്മൾ ഏതൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നും നമ്മൾ റാഷണലായിട്ട് ചിന്തിക്കണം, അത് ശരിയാണോ തെറ്റാണോ എന്ന് ബാക്കിയുള്ള ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിക്കണം. അല്ലാതെ ഇമോഷണൽ ആവാൻ പാടില്ല. ഒരു നമ്മുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണിയാണ്, അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ജസ്റ്റ് ഇമോഷൻസിൻ്റെ പുറത്ത് നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ ബയസ് എന്ന് പറയുന്നത്. ഞാനിവിടെ എല്ലാ ബയസുകളും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനൂടെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും മാത്രമേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളോട് ചേർത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ. ഇനി നാലാമത്തെ ബയസ് എന്ന് പറയുന്നത് കൺഫർമേഷൻ ബയസാണ്. കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്പനീനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം അറിയാം, പക്ഷേ പിന്നീട് വരുന്ന ഡേറ്റയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിന് റീകൺഫേം ചെയ്യുന്ന ഡേറ്റ മാത്രം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ മാത്രം നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ ബയസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC കമ്പനികളിൽ പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊരു മെൻറ്റാലിറ്റി എനിക്കുണ്ട്. ഓക്കെ, അതെൻ്റെ ഒരു കൺഫർമേഷൻ ബയസാണ്. അപ്പോൾ ഈ ബയസ് വെച്ചിട്ട് ഞാൻ നോക്കാൻ നേരത്ത് ഞാൻ PSC കമ്പനികളുടെ നെഗറ്റീവ് സൈഡ് മാത്രമേ കാണത്തുള്ളൂ. അവർ എന്താ പറയുക ഇത്ര രൂപയുടെ അവിടെ ഒരു പരിപാടി ചെയ്യുന്നു, ആ പൈസ നഷ്ടത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ അവർ ഇത്ര % ഡിവിഡൻഡ് കൊടുക്കുന്നു, അത് കമ്പനിക്ക് ആക്ച്വലി നല്ലതല്ല, അല്ലെങ്കിൽ അവരുടെ ഇന്നൊരു ടോപ്പിലിരിക്കുന്ന ഹെഡ് മാറുന്നു എന്നുള്ളത് അവർക്ക് നല്ലതല്ല, അല്ലെങ്കിൽ ഇന്ന ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് ഇന്ന രീതിയിൽ ഈ സെക്ടർ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കമ്പനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ PSCകൾ പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ള എൻ്റെ കൺഫർമേഷൻ ബയസിന്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കൺഫർമേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ഡേറ്റ മാത്രം ഞാൻ എന്താ പറയുക സ്ക്രീൻ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് നെഗറ്റീവ് ന്യൂസ് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ പോടാന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുന്നു. പക്ഷേ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ന്യൂസുകൾ മാത്രം കേട്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങളുടെ ആ സ്റ്റോക്കിൻ്റെ അകത്തുള്ള നിങ്ങളുടെ ട്രസ്റ്റിനെ നിങ്ങൾ പിന്നെയും ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. ഇതങ്ങനെ ആക്ച്വലി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സൈഡിൽ നിന്നുള്ള ഡേറ്റയും ഒരേ കണക്ക് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് റാഷണൽ ആയിട്ടുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി അടുത്ത ബയസ് എന്ന് പറയുന്നത്, അഞ്ചാമത്തെ ബയസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ബയസാണ്. റെപ്രസെൻറ്റേറ്റീവ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻസ്, ഇതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു പാറ്റേൺ കണ്ടിട്ട് വളരെ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻസിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ബയസ് എന്ന് പറയുന്നത്. അതായത് ഇതിന് മുമ്പ് ഇതേ ടൈപ്പ് സിനാരിയോയിൽ വന്ന ഒരു കമ്പനി മൾട്ടി ബാഗർ റിട്ടേൺസ് തന്നു. അപ്പോൾ ഇപ്പം വരുന്ന കമ്പനിയും അതേ കണക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് തരുമെന്ന് വിചാരിച്ചിട്ട് വളരെ പെട്ടെന്ന്, അല്ലാതെ വേറെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ വളരെ പെട്ടെന്നുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ പുറത്ത് അങ്ങനെ ഒരു സ്റ്റോക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു സെക്ടറിൻ്റെ അകത്തൊരു കമ്പനി വരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഈ സെക്ടറിൻ്റെ അകത്ത് ഇതേ കണക്കൊരു കമ്പനി വന്നിട്ട് അന്നും ആ കമ്പനിക്ക് ഏകദേശം ഇത്ര മാർക്കറ്റ് ഷെയർ ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരുടെയും പ്രോഡക്റ്റ് സിമിലർ ആയിരുന്നു. ആ കമ്പനി ഇപ്പോൾ മൾട്ടി ബാഗർ റിട്ടേൺസ് ആയി. അപ്പോൾ ഈ കമ്പനി ഇനി മൾട്ടി ബാഗർ റിട്ടേൺസ് തരും എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് പോയി വളരെ ഫാസ്റ്റായിട്ട് പോയിട്ട് നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ബയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബയസ് നമുക്ക് ആക്ച്വലി ഉണ്ടാകാൻ പാടില്ല. നമ്മളെപ്പോഴും സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യാൻ നേരത്ത് അതിനെല്ലാത്തിനെയും ഇൻഡിവിജ്വലായിട്ട് തന്നെ അനലൈസ് ചെയ്യണം. നേരത്തെ ഒരു സ്റ്റോക്ക് അങ്ങനെ പെർഫോം ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു സ്റ്റോക്ക് അതേ കണക്ക് പെർഫോം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അത് മാർക്കറ്റിൻ്റെ മൂഡ്, കണ്ടീഷൻ, ബുൾ റണ്ണിൻ്റെ ഏത് ഫേസിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ അകത്തുള്ള ബുൾ റൺ കഴിഞ്ഞോ ഇല്ലയോ, ഇനി അതെല്ലാം ഈ കമ്പനിയുടെ പ്രൊമോട്ടർ, മറ്റേ കമ്പനിയുടെ പ്രൊമോട്ടർ വേറെ ആയിരുന്നു, അവർ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഫാസ്റ്റ് വേറെ ആയിരിക്കും, ഇവിടെ ഗ്രോ ചെയ്യാൻ പോകുന്ന ഫാസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു കമ്പൈൻഡ് ഔട്ട്കമാണ് ആ സ്റ്റോക്ക് ഓൾറെഡി മൾട്ടി ബാഗേഴ്സ് തന്നത്. അപ്പോൾ ഇനി ഈ സ്റ്റോക്ക് അതേ കണക്ക് തരണമെങ്കിൽ ഇതേ കണക്ക് ഇത്രയും ഫാക്ടേഴ്സ് എല്ലാം അതേ കണക്ക് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു കിട്ടാത്തിടത്തോളം കാര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്തിൽ നമ്മൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ബയസും കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ ബയസുകളുടെയൊക്കെ പേര് നിങ്ങൾ ഓർക്കണമെന്നില്ല, ജസ്റ്റ് ഈ പറയുന്ന പോയിന്റുകൾ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതിയാണ്. ഓക്കെ, ഇനി ആറാമത്തെ ബയസ് എന്ന് പറയുന്നത് ആങ്കറിങ് ബയസ് എന്നാണ് അറിയപ്പെടുന്നത്. ആങ്കറിങ് ബയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടി, ഒരു കമ്പനിയെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടി, ആ ഇൻഫർമേഷനിൽ നമ്മൾ അങ്ങ് തൂങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ നങ്കൂരമായിട്ട് കിടക്കുകയാണ്. അതിനാണ് നമ്മൾ ആങ്കറിങ് ബയസ് എന്ന് പറയുന്നത്. അതിനെതിരെ എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടിയാലും ഇല്ല, അതങ്ങനെയാണ്, അതങ്ങനെ സംഭവിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കിട്ടിയ ആ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനിൽ തന്നെ നമ്മൾ തൂങ്ങിക്കിടക്കുന്നതിനെയാണ് നമ്മൾ ആങ്കറിങ് ബയസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബയസ് നമുക്ക് ആക്ച്വലി ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരുപാട് റീറ്റെയിലേഴ്സ് യൂഗ്രോ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ പോസിറ്റീവാണ്. ആ കമ്പനി അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിൽ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കമ്പനിയുടെ ഗ്രോത്ത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, ഇത്ര വർഷത്തിൻ്റെ അകത്ത്, അതായത് അന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു 4 വർഷത്തിൻ്റെ അകത്തോ 5 വർഷത്തിൻ്റെ അകത്തോ ടോട്ടൽ മാർക്കറ്റ് ഷെയറിൻ്റെ 1% ക്യാപ്ചർ ചെയ്യുമെന്നുള്ള രീതിയിലാണ് അവർ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേ കണക്ക് കുറേ കാര്യങ്ങൾ അവർ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന അത്രയും പോയിന്റിൽ മാത്രം കടിച്ചു തൂങ്ങി കിടന്നുകൊണ്ട് അത് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓരോ ക്വാർട്ടർ വരാൻ നേരത്തും നമ്മൾ, അല്ലെങ്കിൽ ഓരോ റിസൾട്ട് വരാൻ നേരത്തും അത് അഗൈൻ നമ്മൾ റീ അനലൈസ് ചെയ്യണം. അതങ്ങനെയാണോ സംഭവിക്കുന്നത്, ഇവരിപ്പോഴും ആ ട്രജക്ടറി തന്നെയാണോ നമ്മൾ രണ്ടാമത് റീ അസസ് ചെയ്യണം. ഞാൻ ആ കമ്പനിയെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞല്ല, നിങ്ങളൊന്ന് റീ അസസ് ചെയ്യേണ്ടി വരും എല്ലാ പ്രാവശ്യം. അതായത് ആദ്യം കിട്ടുന്ന ഇൻഫർമേഷനിൽ നമ്മൾ ഒരിക്കലും ആങ്കേർഡ് ആയി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. എപ്പോഴും അങ്ങനെ സംഭവിക്കുകയാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിന് പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ പറ്റിപ്പോകുന്ന തെറ്റുകളാണ് പറയുന്നത്. എനിക്കും പേഴ്സണലി പല സ്റ്റോക്കുകളിലും ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ഇതേ കണക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ആങ്കറിങ് ബയസുകൾ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. ഈ ബയസുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ബയസുകളുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലിസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 23ഓളം ബയസുകൾ ഇതിൻ്റെ അകത്ത് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ടൈപ്പ് ബയസുകൾ മാത്രമാണ് ഞാനിവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 10 എണ്ണം മാത്രം ഇതിലകത്ത് പറയുന്നത്. ഇനി അടുത്ത് 7ാമത്തെ ബയസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് കോ ബയസാണ്. അതായത് നമ്മളൊരു ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അതിൽ നിന്ന് മാറാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് കോ ബയസ് എന്ന് പറയുന്നത്. അത് ഒരു സ്റ്റോക്ക് മേടിച്ചു, ഇനി ആ സ്റ്റോക്കിന് എന്താ പറയുക, എനിക്ക് വിൽക്കാനൊരു മടി, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഞാൻ ഓൾറെഡി അവോയ്ഡ് ചെയ്ത് കളഞ്ഞു, ആ സ്റ്റോക്ക് ഇനി അടുത്ത് മേലിലോട്ട് ഒരുപാട് കയറിപ്പോയി, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ഒരു 10-20% മേലിലോട്ട് കയറിപ്പോയി. ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുമെന്ന് അറിയാം, പക്ഷേ എന്നിരുന്നാലും ഞാൻ അതിൻ്റെ ഓൾറെഡി അവോയ്ഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് വെളിയിൽ പോയതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് റീ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുന്നു. അതായത് എടുത്തൊരു ഡിസിഷൻ തെറ്റാണെന്ന് അംഗീകരിച്ചിട്ട് രണ്ടാമത് നമ്മളൊരു ഈഗോ മാറ്റി വെച്ച് അതിൻ്റെ അകത്ത് കയറാനുള്ള മടീനെയാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് കോ ബയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ബയസ് ആക്ച്വലി ഒരു ഇൻവെസ്റ്ററിന് ഉണ്ടാകാൻ പാടില്ല, ട്രേഡേഴ്സിന് ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. കാരണം ട്രേഡേഴ്സ് എന്ന് പറയുന്നത് അവർ പല സ്റ്റോക്കുകളിലും പല പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടായിരിക്കും ഒരു പ്രാവശ്യം അയാൾക്ക് എന്താ പറയുക, ആ സ്റ്റോക്കിൻ്റെ അകത്തൊരു റിട്ടേൺസ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഒരു 5:1 റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരേ സ്റ്റോക്കിൽ തന്നെ 4 പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ചാലും 5ാമത്തെ പ്രാവശ്യം അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് കിട്ടാൻ മതിയാവും അയാൾക്ക് അതിൻ്റെ അകത്തുനിന്ന് എന്താ പറയുക, റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള സ്റ്റാറ്റസ് കോ ബയസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്ററിനും ട്രേഡറിനും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി അതേ കണക്കിന് ചിലപ്പോൾ നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതിലാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിലാണ് ബുൾ
ബുൾ റൺ നടക്കാൻ പോകുന്നതെന്ന് കരുതിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അതിനുശേഷം എന്ത് വരുന്നു, ആ സെക്ടറിലല്ല വേറൊരു സെക്ടറിലായിരിക്കും ബുൾ റൺ നടക്കുന്നത്. നമ്മളത് വിറ്റ് കളയുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഇറങ്ങി മാറുന്നു, അടുത്ത് വേറൊരു സ്റ്റോക്ക് റൈഡ് ചെയ്യുന്നു. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ സെക്ടർ റൊട്ടേഷൻസ് വരാറുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ആദ്യം വിട്ട് കളഞ്ഞ സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു ബുൾ റൺ സ്റ്റാർട്ട് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സ്റ്റോക്കിൽ നിന്ന് മാറി പിന്നെ ഇതിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മടിയായിരിക്കും. അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ ക്യാഷിൽ വന്നാൽ പോലും നമ്മൾ ആ സെക്ടർ മാറിയിട്ട് തിരിച്ച് ആദ്യം നമ്മളെടുത്ത പഴയ സെക്ടറിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മടിയായിരിക്കും. കാരണം ഈ സ്റ്റാറ്റസ്കോ ബയസ് ആയിരിക്കും. ഇപ്പോൾ ഈ രീതിയിലുള്ള സ്റ്റാറ്റസ്കോ ബയസുകൾ നിങ്ങളുടെ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ പാടുള്ളതല്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയസുകളിലൊന്നാണ് ഡിസ്പൊസിഷൻ ബയസ് അല്ലെങ്കിൽ ഡിസ്പൊസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി മേലിലോട്ട് പോകുന്ന സ്റ്റോക്കുകൾ, പ്രോഫിറ്റ് വരുന്ന സ്റ്റോക്കുകൾ എത്രയും പെട്ടെന്ന് വിറ്റ് കളയാനുള്ള ഒരു ടെൻഡൻസിയും, ലോസിലോട്ട് പോകുന്ന സ്റ്റോക്കുകൾ എത്ര ലോസിലോട്ട് പോയാലും കണ്ടിന്യൂസ്ലി ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിനെയാണ് നമ്മൾ ഈ ഡിസ്പൊസിഷൻ എഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് എൻട്രി ചെയ്തു. അതിനുശേഷം നമ്മളിത് ലോങ് ടൈമിലാണ്ട് ഒക്കെയാണ് എൻട്രി എടുത്തതെന്ന് വിചാരിക്കുക. ലോങ് ടൈമിലായിട്ടാണ് എൻട്രി എടുത്തത്. അപ്പോൾ സ്റ്റോക്ക് ഒന്ന് മേലോട്ട് ഒരു 20% 25% മേലോട്ട് പോയി. അപ്പം പേടിയാണ്, ആദ്യമാണ് ഇനി ഇത് താഴോട്ട് വന്ന് ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കുമോ, അല്ലെങ്കിൽ ഇനി ഒരുപാട് താഴോട്ട് വരുമോ, എൻ്റെ പൈസ നഷ്ടപ്പെടുമോ, ഇപ്പോൾ ഈ കിട്ടിയ പ്രോഫിറ്റ് എടുത്ത് ജസ്റ്റ് ഇറങ്ങിയാലോ, പ്രോഫിറ്റ് ബുക്ക് ചെയ്താലോ. ഞാനിപ്പം കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ഇലക്ഷൻ റിസ്ക് ഉള്ളതല്ലേ, അപ്പോൾ നമ്മളിത് സ്റ്റോക്കുകളൊക്കെ വിൽക്കട്ടെ, ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്യട്ടെ. അത് ഈ ഒരു ബയസ് കാരണം വരുന്നതാണ്. അതായത് ഒരു പേടിയാണ്, ഞാനിപ്പോൾ ഉണ്ടാക്കിയ പൈസ ഇനി നഷ്ടപ്പെട്ട് പോയാലോ എന്നുള്ളൊരു പേടി കാരണം വരുന്നൊരു ബയസാണ് ഈ ഡിസ്പൊസിഷൻ ബയസ്. അതേ കണക്കിന് താഴോട്ട് പോകുന്ന സ്റ്റോക്കുകൾ എത്ര ഹോൾഡ് ചെയ്യാൻ ഒരു മടിയില്ല. 50% ഹോൾഡ് എന്താ പറയുക ലോസിലോട്ട് പോയാലും അത് എഗെയിൻ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഇത് മേലിലോട്ട് കയറി വരുമോ എന്ന് വിചാരിച്ചിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഡിസ്പൊസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ബയസ് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് ട്രേഡർ ആയാലും ശരി, ഇൻവെസ്റ്റർ ആയാലും ശരി. നമുക്ക് കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കണം. ആ റൂൾസിൻ്റെ അകത്ത് സെല്ല് കാണിക്കുമ്പോഴത്തേക്ക് മാത്രം സെല്ല് ചെയ്യാനും, ആ റൂൾസിൻ്റെ അകത്ത് ബൈ കാണിക്കുമ്പോൾ മാത്രം ബൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ബയസ് നിങ്ങൾ എല്ലാവരും ഒന്ന് സെൽഫ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പൊസിഷൻ ബയസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇലക്ഷൻ്റെ കാര്യമേ മറന്നു കളയുക. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ നിങ്ങൾ ഇൻഡിവിജ്വലി അനലൈസ് ചെയ്യുക. ഓക്കെ, ഇൻഡിവിജ്വലി നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇത് താഴോട്ട് വരാനുള്ള ചാൻസ് എത്രയുണ്ട്, ചാൻസിന് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എവിടെ എക്സിറ്റ് ആവുമെന്ന് ഇപ്പോഴേ ഒരു ലൈൻ വരച്ച് മാർക്ക് ചെയ്ത് വയ്ക്കുക. അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സിറ്റ് ആവുന്നു. നിങ്ങളുടെ പ്രീ ഡിസൈഡഡ് ആയിട്ടുള്ള ഒരു റൂൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബയസ് വരത്തില്ല, നിങ്ങൾക്ക് പേടി വരത്തില്ല. അതേ കണക്ക് തന്നെ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മൾ എൻട്രി എടുക്കാൻ നേരത്തെ തന്നെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. മേലോട്ട് പോകാൻ നേരത്തെ നമുക്കൊരു ടാർഗറ്റും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഫിക്സ് ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസിന് നിങ്ങൾ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഒരു യഥാർത്ഥ ഒരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ട്രേഡറോ ചെയ്യേണ്ടത്. ഇമോഷണലായിട്ട് നമ്മൾ സ്ട്രെങ്ത് ഉള്ള ഒരാളായിട്ട് മാറാൻ നേരത്ത് മാത്രം, അല്ലെങ്കിൽ മെൻ്റലി നമ്മുടെ ബിഹേവിയറൽ എഡ്ജാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വളർത്തിക്കൊണ്ട് വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി 9ാമത്തെ ബയസ് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ബയസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓവർ കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആരെങ്കിലും നിങ്ങൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ നമ്മൾ ഈ ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത്. ആ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പ്രൊമോട്ടറിനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്ന് അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം ഇടിഞ്ഞായിരുന്നു. ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം ഇടിഞ്ഞായിരുന്നു. അപ്പോൾ പല ആൾക്കാരും ഇത് അദാനിയുടെ സ്റ്റോക്കാണ്, അല്ലെങ്കിൽ അദാനി ഇതിനെ എങ്ങനെയെങ്കിലും മേളിൽ കൊണ്ടുവരും, ഇതിപ്പോൾ ഇത്രയും ഡിസ്കൗണ്ടിൽ കിട്ടുകയാണ് എന്ന് വിചാരിച്ച് അയാളെ അയാളെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ആ ഒരു വ്യക്തിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എങ്ങാനും അത് പൂട്ടിപ്പോയിരുന്നെങ്കിൽ അയാൾ വന്നിട്ട് നിങ്ങളുടെ പൈസ മൊത്തം തിരിച്ചു തരും. ഇല്ല, ആ ഒരു നിങ്ങളുടെ പൈസ മൊത്തം പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി പോയി. അങ്ങനെ ആരെയും തന്നെ നിങ്ങൾക്ക് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഈ ഒരു പരിപാടിനെയാണ് നമ്മൾ ഈ ഓവർ കോൺഫിഡൻസ് ബയസ് പറയുന്നത്. ഈ ഒരു ബയസ് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അദാനിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതേ കണക്ക് തന്നെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പോളിക്യാബിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു. പോളിക്യാബിൻ്റെ അകത്ത് സ്റ്റോക്ക് താഴോട്ട് വന്നിട്ട് സ്റ്റോക്ക് തിരിച്ച് മേലിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. പക്ഷേ ഇങ്ങനെ അല്ലാതെ നമുക്ക് തിരിച്ച് എക്സാമ്പിളായിട്ട് മറിച്ചുള്ള എക്സാമ്പിൾ പറയാനാണെങ്കിൽ വോഡഫോൺ ഐഡിയ, യെസ് ബാങ്ക്, ഇനി അതേ കണക്ക് തന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മുടെ പേടിഎം, ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഇടിഞ്ഞു വരാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് ഇതേ കണക്ക് ഓവർ കോൺഫിഡൻസ് കാരണം ഈ സ്റ്റോക്കുകളൊക്കെ ഇനിയും മേലിലോട്ട് കയറി വരും. ഇപ്പോൾ വോഡഫോൺ ഐഡിയ ഇടിയാൻ നേരത്ത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ, ഇത് ഒരു 3rd ലാർജസ്റ്റ് ടെലികോം പ്ലെയർ ആണ്, ഇവർ ഒരിക്കലും ഒരു ഡ്യൂപ്പോളി വരാൻ വേണ്ടി സമ്മതിക്കത്തില്ല, ഇവിടെ
ഇവർ എന്തായാലും ഉണ്ടായിരിക്കും, ബിസിനസ്സിലുണ്ടായിരിക്കും. ഇപ്പോൾ വോഡഫോൺ ഐഡിയയും കൂടെ ഒരുമിച്ച് മെർജ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യാൻ പോകണം. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ടായിരുന്നു. അവിടെ എല്ലാം എന്താണ് ചെയ്യുന്നത്? ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഓവർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ വെൽത്ത് ക്രിയേഷന് സഹായിക്കുന്ന ഒരു കാര്യമല്ല. ഇനി അതേ കണക്കിന് ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരാൾ വന്നിട്ട് എനിക്ക് കമൻറ്റിൽ കുറേയധികം മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാഡമാണ്, ഒരു പുള്ളിക്കാരി വന്നിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു, ഞാൻ ഈ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് മെസ്സേജ് ഇട്ടിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞ മെസ്സേജ് എന്ന് പറഞ്ഞാൽ പേടിഎം മേടിച്ചാൽ മതി, പേടിഎം ആണ് അടുത്ത മൾട്ടി ബാഗർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പേടിഎം എത്ര ഡൗൺ സർക്യൂട്ട് അടിച്ചതെന്ന് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ എന്താ പറയുക, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യണം, ഓവർ കോൺഫിഡൻസ് ബയസ്. ഈ ഓവർ കോൺഫിഡൻസ് ബയസ് നമുക്ക് ഒരിക്കലും തന്നെ പാടുള്ളതല്ല. അതായത് നമുക്ക് എപ്പോഴും മനസ്സിലാക്കണം, ഇവിടെ എല്ലാം ജസ്റ്റ് പ്രോബബിലിറ്റിയിൽ ഒരു ഗെയിം മാത്രമാണ് നടക്കുന്നത്. ഏത് സ്റ്റോക്ക് എടുത്താലും അത് മേലോട്ട് പോകാനും താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സ്റ്റോക്കുകളല്ല നമ്പുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വിശ്വസിച്ചുകൊണ്ടല്ല നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ട്രാറ്റജീനെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം വർക്കിനെ നമ്പിക്കൊണ്ടാണ്. അതായത് സ്റ്റോക്ക് ഇന്ന ഫ്രെയിം വർക്കിൻ്റെ അകത്ത് വരാൻ, അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റീസ് ഉള്ള സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ മേടിക്കത്തുള്ളൂ, ഇന്ന ക്വാളിറ്റീസ് അതിൽ ഔട്ട് ആകുമ്പോഴത്തേക്കും ഞാൻ ആ സ്റ്റോക്കിൻ്റെ അത് സെല്ല് ചെയ്യുന്നു. അല്ലാതെ ഒരു സ്റ്റോക്കിൽ കയറിയിട്ട് ആ സ്റ്റോക്ക് തന്നെ നിങ്ങളെ ജീവിതാവസാനം വരെ നിങ്ങളെ എന്താ പറയുക കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് മൾട്ടി ബാഗർ റിട്ടേൺസ് തരിക എന്നൊക്കെ പറഞ്ഞാൽ അത് മുന്നോട്ടുള്ള വേറെ നെക്സ്റ്റ് വയസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് വയസ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് നമുക്ക് കവർ ചെയ്യാം. എനിവേ, അപ്പോൾ ഇതാണ് നമുക്ക് ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. ഒരു ഇൻവെസ്റ്ററിനെയോ ഒരു പ്രൊമോട്ടറിനെയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഇൻവെസ്റ്റർ, ഇപ്പോൾ രാംദേവ് അഗർവാളോ അതല്ലെങ്കിൽ വിജയ് കേഡിയോ ഒക്കെ തന്നെ എവിടെയെങ്കിലും ഒരു പൊസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അയാളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ തലവയ്ക്കുക. അതിനുശേഷം ആ സ്റ്റോക്ക് ഇടിഞ്ഞ് വരുമ്പോഴത്തേക്കും പുള്ളി എക്സിറ്റ് ആയി പോകും. കാരണം പുള്ളിക്ക് അവിടെ ആ ഒരു ഓവർ കോൺഫിഡൻസ് ബയസ് ഒന്നുമില്ല. ഞാൻ എടുക്കുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ തൊടുന്നതെല്ലാം പൊന്നാവണം എന്നുള്ള രീതിയിൽ പുള്ളിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരിക്കും. പക്ഷേ അത് അയാൾ തൊടുന്നതെല്ലാം പൊന്നാണെന്നുള്ള രീതിയിൽ നമ്മളിവിടെ നിന്നുകൊണ്ട് അയാളുടെ മേലിൽ അയാൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്തത്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. എല്ലാവർക്കും തെറ്റുകൾ പറ്റും. എല്ലാവരുടെയും സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നത് ഈ ഒരു പ്രോബബിലിറ്റി വെച്ച് തന്നെ ആയിരിക്കും. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് സെലക്ഷൻ ബയാസ് ആണ്. സെലക്ഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രാപ്പാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഔട്ട്കമ്മിനെ മാത്രം എടുത്തുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെയാണെന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ ഒരു സെലക്ഷൻ ബയസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ട്വിറ്റർ വഴിയിട്ടാണെങ്കിലും പഴയ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയിട്ടാണെങ്കിലൊക്കെ തന്നെ കുറച്ചധികം സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ അകത്തുനിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് സ്റ്റോക്കുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്, കണ്ടില്ലേ ഈ സ്റ്റോക്ക് 5x റിട്ടേൺസ് എന്നു 10x റിട്ടേൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ അത്രയും സ്റ്റോക്കുകൾ മാത്രമാണോ ഞാൻ പറഞ്ഞത്? അല്ല, ഞാൻ ഇനി വേറെ ഒരുപാട് സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് താഴോട്ട് പോയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്, സ്റ്റോപ്പ് ലോസ് അടിച്ച സ്റ്റോക്കുകളുണ്ട്, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് തിരിച്ച് മേലിലോട്ട് കയറി പോയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റോക്കുകളുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ മാത്രം എടുത്തുകൊണ്ട് വന്നായിരിക്കും ഞാനിവിടെ സംസാരിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, ഏതൊരു ഇൻഫ്ലുവൻസർ ആയാലും എല്ലാവരും തന്നെ അവരുടെ ഈ സെലക്റ്റഡ് സ്റ്റോക്കുകളെ കുറിച്ചായിട്ടായിരിക്കും, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ പറ്റിയിട്ടായിരിക്കും പിന്നീട് അവർ സംസാരിക്കണം. അപ്പോൾ ന്യൂ കമ്മറായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു ട്വിറ്റ് കാണുകയാണ്, എൻ്റെ സ്റ്റോക്ക് ഇത്ര റിട്ടേൺസ് തന്നു എന്നുള്ളൊരു ട്വിറ്റ് കാണുകയാണ്. ഞാൻ പേഴ്സണലി അങ്ങനെ തന്നെ ട്വിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്വിറ്റ് കാണുകയാണ്. അതല്ലെങ്കിൽ ഈ രീതിയിലൊരു വീഡിയോ കാണുകയാണ്, നമ്മുടെ സ്റ്റോക്ക് ഇത്ര മൾട്ടി ബാഗർ 10x മൾട്ടി ബാഗർ റിട്ടേൺസ് തന്നു, അടുത്ത 10x മൾട്ടി ബാഗർ പിക്ക് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയുടെ തമ്പനയിൽ കാണുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയുന്നതെല്ലാം സംഭവം പുലിയാണ് ഇയാളെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ടോട്ടൽ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ടോട്ടലുള്ള ഡേറ്റ എത്രയാണെന്ന് നോക്കാതെ ജസ്റ്റ് ആ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു ഔട്ട്കം മാത്രം കാണിച്ചുകൊണ്ടുള്ള ഇതിൽ വീഴ്ന്നു പോകുന്നതിനാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക സെലക്ഷൻ ബയസ് എന്ന് പറയുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കം മാത്രം കാണിച്ചുകൊണ്ട് അയാളുടെ ടോട്ടൽ കാര്യത്തിന് നമ്മൾ അസസ് ചെയ്യുകയാണ്. അയാൾ പറയുന്ന എല്ലാം കിടിലാണെന്നുള്ള രീതിയിൽ നമ്മൾ അയാൾ അസസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ സെലക്ഷൻ ബയസ് എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ഷൻ ബയസുകൾ ഉണ്ടാവാതിരിക്കുക. ഇപ്പോൾ നമ്മളൊരു സെക്ടർ എടുക്കുകയാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിളിന് റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞൊരു സെക്ടർ എടുക്കുകയാണ്. ആ സെക്ടറിൻ്റെ അകത്ത് കുറച്ച് മൾട്ടി ബാഗേഴ്സ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ സെക്ടറിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റോക്കുകളും മൾട്ടി ബാഗർ തരണമെന്നില്ല. അപ്പോൾ അതും ഒരു സെലക്ഷൻ ബയസാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സെലക്ഷൻ ബയസുകളിലും നിങ്ങൾ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 10 ബയസുകൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ആവശ്യമാണെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സൈക്കോളജി കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്താ പറയുക, ചില ആൾക്കാർ റൈറ്റ് ടൈമിൽ റൈറ്റ് സ്ഥലത്ത് വന്ന് പെട്ടുപോകാറുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്ന് പെട്ടുപോകുന്നു, ഏതൊക്കെയോ സ്റ്റോക്കുകൾ എടുക്കുന്നു, അതിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്ത് വിടുന്നു. അയാൾക്ക് പോലും അറിയത്തില്ല എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്തത്. അയാൾ ആക്ച്വലി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു വലിയ എക്സ്പെർട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്ത സ്റ്റോക്കുകളൊക്കെ കിടിലുമാണ്, ഞാൻ ഈ രീതിയിലൊക്കെ അനലൈസ് ചെയ്താൽ മതിയാവും, അടുത്ത എന്താ പറയുക എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വലിയ കോടികൾ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ അയാൾ സെൽഫായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അടുത്തൊരു ബെയർ മാർക്കറ്റ് വരുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെയല്ല മാർക്കറ്റിൻ്റെ യഥാർത്ഥ ഒരു മുഖം എന്ന്
എന്ന് പറയുന്നത് ഇനിയുണ്ട്. ഇനി അടുത്ത ബുൾ മാർക്കറ്റ് വരാൻ നേരത്തെ വന്ന ആ ഒരു ലക്ക് ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ ചിലപ്പോൾ ഇനി അടുത്തൊരു അയാൾ എടുക്കുന്ന സ്റ്റോക്കുകൾ പെർഫോം ചെയ്തില്ലെന്നും വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ബയസുകളാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പ്യുവറായിട്ട് ഡേറ്റേനെ മാത്രം വിശ്വസിക്കുക, അല്ലാതെ ബാക്കി നിങ്ങളുടെ ഇമോഷണൽ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാതിരിക്കുക. ഡേറ്റേനെ മാത്രം വിശ്വസിച്ച് ഡേറ്റ എന്താണ് കാണിക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ഉള്ള ഒരു സ്റ്റോക്ക് എടുക്കാൻ നേരത്താണോ മേലോട്ട് പോകുന്നതെന്ന് ഡേറ്റ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് വെച്ച് മാത്രം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതിന് മാത്രം ഫോക്കസ് ചെയ്ത് വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും അല്ലെങ്കിൽ ഇതിനായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ കമൻറ്റിലായിട്ടൊക്കെ അറിയിക്കുക. ബാക്കി നിങ്ങളുടെ മിച്ചമുള്ള വേറെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റ് റിലേറ്റഡും ക്രിപ്റ്റോ റിലേറ്റഡ് എന്തൊക്കെ ഡൗട്ടുകളുണ്ടോ എല്ലാം തന്നെ കമൻറ്റിലിട്ടാൽ മതി. ഞാൻ കമൻറ്റ് വഴിയിട്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന മുന്നായിട്ട് തന്നെ എല്ലാവർക്കുള്ള റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെ എല്ലാവരും ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.